അപ്പോൾ ഈ മുട്ട എന്തായാലും പഴയതാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്ത് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെച്ച് പൊട്ടിച്ച് നോക്കിയിട്ട് വേണമല്ലോ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കരച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സൈഡിലൊരു മരം വെട്ടിയപ്പോൾ ഇനി അതിനകത്ത് കൂട് നഷ്ടപ്പെട്ടിട്ട് വല്ല കുഞ്ഞുങ്ങളും കരയണതാണോ എന്നുള്ളൊരു സംശയത്തിൽ ആദ്യം അത് മൈൻഡ് ചെയ്തില്ല. പിന്നീട് കരച്ചിൽ കേട്ടുകൊണ്ടേ ഇരുന്നതുകൊണ്ട് മണിക്കൂറുകൾ വ്യത്യാസം വന്നപ്പോഴേക്കും അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് പാത്രത്തിൽ കോഴീനെ, ഈ മുട്ട വെച്ച പാത്രത്തിൽ കോഴിക്കുഞ്ഞ് വിടർന്ന് അതാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് അതിനെ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ നന്നായിട്ടത് വെള്ളം കുടിച്ച്. അപ്പോൾ അതൊരു 3-4 മണിക്കൂറായി എന്നാണ് മനസ്സിലാവണം. അപ്പോൾ അങ്ങനെ ഒരു കോഴിക്കുഞ്ഞ് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഇത്രയും ഈ കടും ചൂടില്ല, അത് ആ മണ്ണിൽ പൊതഞ്ഞ് കിടക്കിയിരുന്ന് സമയമായപ്പോൾ അത് പുറത്തേക്ക് ചകഞ്ഞിട്ടത്, മറ്റേ കോഴികളെ ചകഞ്ഞിട്ട്. അതിന് ആരോഗ്യക്കുറവൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ്, വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ റാഗി സ്റ്റാർട്ടറൊക്കെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത് കഴിക്കുന്നുണ്ട്. പിന്നെ മോളാണ് അതിനെ നോക്കണത്. മോളുടെ കൂടെ തന്നെയാണ് കൂടുതൽ സമയവും പിന്നാലെ നടക്കലും എടുത്തോണ്ട് നടക്കലും. നല്ല വെക്കേഷൻ ആയതുകൊണ്ട് നല്ല കളിയാണ്. മോളതിനൊരു പേരിട്ടിട്ടുണ്ട്. മോളുടെ അത് പേരിട്ടിരിക്കുന്ന മിട്ടു എന്നാണ്.